Hi guys, good morning and welcome to my channel Albin's Opinion. This is first video and a big thank you for whoever is watching this video. കാരണം ഞാനൊരു തുടക്കക്കാരനാണ് ആൻഡ് നിങ്ങളുടെ വിനീതമായ സഹകരണം നോം പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഒരു പുതിയ പടത്തിൻ്റെ ഒരു ട്രെയിലർ വന്നിരിക്കുകയാണ്. വലിയ ഹൈപ്പൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്, എന്നാലും ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പോൾ എന്താ പറയുക, ഒരു ആറ്റം ബോംബ് പൊട്ടിക്കണ പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഹൈപ്പൊക്കെ വരുന്ന സാധനമാണ്. ബറോസ് എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് ഇതിനകത്ത് നായകൻ. പുള്ളി തന്നെയാണ് ഇതിൻ്റെ ഡയറക്ഷനും, പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഇതെങ്ങനെയായി തീരുമെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ലെജൻഡറി റൈറ്റർ ആൻഡ് ഡയറക്ടർ ജിജോ പുന്നൂസ് സാറാണ്. ജിജോ പുന്നൂസ് സാറിൻ്റെ ഫേമസ് വർക്ക് എന്ന് പറയുന്നത് മൈ ഡിയർ കുട്ടിച്ചാത്തനാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ. അതായത് 3D എന്ന് പറയുന്ന സംഭവം നമുക്കൊക്കെ എന്താ പറയുക, നമ്മളൊക്കെ വായും പൊളന്ന് അവിടെ ഇരുന്ന് പോയത് ആ ഒരു സിനിമ കണ്ടിട്ടാണ് നമ്മൾ പണ്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഞാനൊന്നും ആ ടൈമിൽ ജനിച്ചിട്ട് പോലും ഇല്ല, എന്നാലും ഞാനിത് കണ്ടിട്ടുണ്ട്. ടി വിയിലായാലും യൂട്യൂബിലൊക്കെയാണ് ഞാൻ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ആൻഡ് അത് തന്നെ മതിയായിരുന്നു എനിക്ക്. അതൊക്കെ തിയേറ്ററിൽ പോയ കണ്ട ആൾക്കാരുടെ ഭാഗ്യം എന്നേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബറോസ് എന്ന സിനിമയുടെ ട്രെയിലർ റിയാക്ഷനിലേക്കാണ്. ബറോസ് ഇതൊരു കംപ്ലീറ്റ് കൊച്ചുകുട്ടികളുടെ പടമാണ്. അതായത് ലൈക്കിനോ ഞങ്ങളെ പോലത്തെ ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സിനിമയാണ് ഇതൊക്കെ. ഞാൻ 11th ഗ്രേഡറാണ്, ബട്ട് സ്റ്റിൽ എനിക്ക് ഇഷ്ടമാണ് ഈ ഡിസ്നി ടൈപ്പ് പടങ്ങൾ. ഇത് ഡിസ്നി ടൈപ്പ് പടമാണിത് ഉറപ്പാണ്, ഫോർ ഷുവർ. ബിക്കോസ് ഇത് കംപ്ലീറ്റ്ലി 3D പടമാണ്. ആൻഡ് ദിസ് ഇസ് മറ്റേ ചുമ്മാ 2Dയിൽ എടുത്തിട്ട് പിന്നെ 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ദ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി ദേ ഹാവ് യൂസ്ഡ് ഇൻ ദിസ് മൂവി. അപ്പോൾ അതിൻ്റേതുമായിട്ടുള്ള ചെറിയ ചെറിയ ഹൈപ്പൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതൊരു ഒട്ടും ഹൈപ്പില്ലാത്തൊരു പടമൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല, ഉണ്ട്. പിന്നെ ഈ മറ്റേ എന്താ പറയുക, ഒരുപാട് പോസ്റ്റ്പോണ്ട് വന്നു ഈ പടത്തിനിലേക്കിനോ. ആദ്യം ഈ പടം 12th സെപ്റ്റംബറിന് എടുക്കുന്നതാണ്, അതായത് ഓണത്തിൻ്റെ ക്ലാഷിൻ്റെ കൂടെ ഇറങ്ങുന്നതാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഫാസിൽ സാർ വന്നിട്ട് റിലീസ് ഡേറ്റ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞത്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ ട്രെയിലർ. വെർച്വൽ 3D ട്രെയിലർ എന്നാണ് കൊടുത്തേക്കുന്നത്. എന്തായാലും നോക്കാം. ആശീർവാദ് സിനിമാസ് ഒരു കൈപ്പ് കൊള്ളാലോ. ഔട്ട് ഓഫ് ദി മറ്റേ എന്താ പറയുക, റേഷ്യോ ആസ്പെക്റ്റിൽ നിന്ന് പുറത്തേക്ക് പറയുന്നത് അത് 3D പരിപാടിയാക്കാനാണ് അത് ചെയ്തത്. നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം ലാലൻ പത്തലേനായിട്ട് വന്നിരിക്കുകയാണ്. ഇസബെല്ല അത് മോശം. ബർഗർ വലിച്ചത് മോശം. Benvenuto di volta di Gama. ഇത് മറ്റേ ടെക്നിക്കൽ സൈഡ് എന്തോ മറ്റൊരാളെ ഓർത്ത് തൂകുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തില്ല മോളെ. അടുത്ത് കാണാം. ചാപ്പടിക്കയുടെ ശബ്ദം ചാപ്പടിച്ച മോഹൻലാൽ. എന്തായാലും അങ്ങനെ ട്രെയിലർ കഴിഞ്ഞു ഗൈസ്. ആൻഡ് ട്രെയിലർ ലുക്സ് പ്രോമിസിങ്. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു ഹൈപ്പ് ഒട്ടും ഇല്ലെന്ന് ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഹൈപ്പ് കൂടിയെന്ന് തോന്നുന്നു.
ആൻഡ് യാ ഇപ്പം ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഒന്ന് നോക്കട്ടെ. സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക്കും ആയാലും നോക്കണം വിക്കിപീഡിയ. ഞാൻ ടെക്നിക്കൽ സൈഡ് ബൈ ദ വേ ഞാൻ IMDb നോക്കാറില്ല കേട്ടോ. ഞാൻ ഒരിക്കലും എൻ്റെ ഇനി വരുന്ന റിവ്യൂസിലാണേലും ഒപ്പീനിയനിലാണേലും ഞാൻ എൻ്റെ IMDb നോക്കാം. ബിക്കോസ് അറ്റ് ടൈംസ് IMDb ചതിക്കും നമ്മളെ, ചില സമയത്ത് അത് ചതിക്കും, ഒറിജിനൽ ആൾക്കാരൊന്നും കൊടുക്കത്തില്ല. ഞാൻ വിക്കിപീഡിയയാണ് നോക്കാറുള്ളത്. സോ യാ, ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ, റിട്ടൺ ബൈ ജിജോ പൊന്നൂസ്. ഓക്കെ. അപ്പോൾ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സും പുള്ളി തന്നെയാണ്. പിന്നെ അഡീഷണൽ ഡയലോഗ്സ് ബൈ കലവൂർ രവികുമാർ ആൻഡ് കൃഷ്ണദാസ് പങ്കി എന്നാണ് രണ്ടുപേരും. ഡയലോഗ്സ് എനിക്ക് സംശയം മിക്കവാറും മോഹൻലാൽ മാത്രമേ ഉള്ളൂ, ലാലേട്ടൻ മാത്രമേ കാണത്തുള്ളൂ ഇതിനകത്ത് മലയാളം പറയുന്നത്. ബാക്കി എല്ലാവരും മറ്റേ പോർച്ചുഗീസ്, ഇംഗ്ലീഷൊക്കെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ പ്രൊഡ്യൂസ് ബൈ ആൻ്റണി പെരുമ്പാവൂർ, അതിൻ്റെ മോഹൻലാലിൻ്റെ കാശിന്. പിന്നെ സ്റ്റാറിങ് മോഹൻലാൽ ആൻഡ് ഗുരു സോമസുന്ദരം. സിനിമാറ്റോഗ്രാഫി ബൈ സന്തോഷ് ശിവൻ. സന്തോഷ് ശിവൻ സാറാണ് സിനിമാറ്റോഗ്രാഫി. വെറുതെ അല്ല, ഫ്രെയിമൊക്കെ ഉണ്ടല്ലേ, അല്ല ജില്ലൊക്കെ കിടക്കുന്ന അതാണ്. പിന്നെ എഡിറ്റഡ് ബൈ B അജിത് കുമാർ. ഞാൻ കേട്ടിട്ടില്ല പുള്ളീനെ, ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടോ, ഞാൻ കേട്ടിട്ടില്ല പുള്ളീനെ. പിന്നെ മ്യൂസിക് സോങ്സ് ബൈ ലിതിയൻ നാദസ്വരം. പാട്ട് എനിക്കവിടെ ഇനി വരണം പാട്ടുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാർക്ക് കില്ല്, USA. ഓക്കെ. അപ്പോൾ മാർക്ക് കില്ലിയൻ ഇംഗ്ലീഷുകാരനാണ്. സോ അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റിയിൽ അതിനെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് റിലീസ് ഡേറ്റ് ഓൺ 25th December 2024. അപ്പോൾ നമുക്ക് 25th December ഈ സിനിമയെ കുറിച്ച് പറയാം ഗൈസ്. എന്തായാലും ക്രിസ്മസ് റിലീസാണ്. ഇപ്പോൾ ക്രിസ്മസിന് ഇനിയിപ്പോൾ മാർക്കോ ഉണ്ട്, ഇതുണ്ട്, നമുക്ക് നോക്കാം. Anyways, waiting for this movie guys, and once again big thank you to whoever's watching this video. And yeah, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ please excuse me. And yeah, so until the next video, bye bye.